ഹായ് സുജി സോളിമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഞാൻ മാങ്ങ അച്ചാർ ഇടാമെന്ന് പറഞ്ഞ് കുറച്ച് മാങ്ങ വാങ്ങിയായിരുന്നു കേട്ടോ. മാങ്ങ അച്ചാർ ഇടാമെന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മാങ്ങ പഴുത്തു വിട്ട് ഏകദേശം ഒരു 2-3 ദിവസമായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് പഴുത്തു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി കേട്ടോ. എന്താണെന്നറിയാവോ, നമുക്ക് മാങ്ങാപ്പുളിശ്ശേരി വെച്ചാലോ? ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ. അപ്പം മാങ്ങാപ്പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. തൈരും എല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ മാങ്ങാപ്പുളിശ്ശേരി ഞാൻ ഇത് ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വലുതായിട്ട് എനിക്കിതിനെക്കുറിച്ചുള്ള ഇതില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങ എല്ലാം കൂടെ ഞാൻ തോലൊക്കെ എടുത്ത് മാറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം, ഒരു ഇത്തിരി വെള്ളം മതിയെ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ അരി അടുപ്പത്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ സമയത്ത് വെളി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ അനിയനും ചേട്ടനും കൂടെ റാലിയോട് റാലി മത്സരം വെച്ച് സൈക്ലോട്ടിപ്പാട്ടോ. ശരി, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് തേങ്ങ അരച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതിക്ക് നമ്മുടെ മീൻകുട്ടന്മാരെന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവർ ലീവ് പോയിരിക്കും, അതുകൊണ്ട് ഞങ്ങളെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഇനി അവർ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പം മാങ്ങ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടി കേട്ടോ. അപ്പോൾ അത് തണുത്ത ശേഷം നന്നായിട്ട് ഞാൻ അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ ചത മാത്രം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോറ് വെന്ത് കിട്ടി. അതങ്ങനെ വടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അരപ്പെല്ലാം കൂടെ ചേർത്ത് കുറച്ച് തൈരും കൂടെ അടിച്ച് അതും കൂടെ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിലോട്ടുള്ള താളിപ്പാണ് കേട്ടോ. അങ്ങനെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ച് ഇതിലോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കേട്ടോ. സത്യം പറയാലോ, ഇത് നമ്മൾ കഴിച്ച് നോക്കിയിട്ടാണല്ലോ ഈ വീഡിയോ ഒന്ന് ഇതാക്കുന്നത്. സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് സ്പൈസി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രൈ ആയിട്ട് എഗ്ഗിനെ ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തു. അടിപൊളി സാധനമാണ് ഇത്. അതിൻ്റെ കൂട്ടത്ത് ഒരു കോംപ്ലിമെൻറ്റ് പോലെ പപ്പടം ഉണ്ടാക്കിയെടുത്തു. ഇതായിരുന്നു ഞങ്ങളുടെ ആഹാരം കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക്. നിങ്ങളൊക്കെ ആഹാരം കഴിച്ചായിരുന്നു?